നമ്മൾ വീണ്ടും കാണുകയാണ്. ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ബുക്ക് എനിക്ക് തോന്നുന്നു ഇതൊരു തിരിച്ചറിവിൻ്റെ ബുക്കാണ്. ഏതാണെന്നറിയാവോ? ടോട്ടോച്ചാൻ. ടോട്ടോച്ചാനെ വിളിക്കുന്നത് തന്നെ ജനാലയ്ക്കരികിലെ വികൃതിക്കുട്ടി എന്നാണ്. തെത്സുകോ കുറോയാനഗി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് കുട്ടിയുടെ ഈ പുസ്തകം ഇന്നത്തെ കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധിക്കപ്പെടുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു തിരിച്ചറിവിൻ്റെ പുസ്തകമാണ് എന്ന്. തിരിച്ചറിവ് എപ്പോഴാണ് ഉണ്ടാകുക? എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു കണ്ടുമുട്ടലാകാം, അല്ലെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കടലാസിൽ, സാധനങ്ങൾ പൊതിഞ്ഞുകൊണ്ട് വരുന്ന ഒരു കടലാസിൽ ഒരു വാർത്തയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു കഥയാകാം, നമ്മൾ കാണുന്നൊരു ദൃശ്യമാകാം, എന്തുമാകാം. ഇത് തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ കാലത്തിന് അതീതമായി തന്നെ നിലനിൽക്കുന്ന, മനുഷ്യൻ എന്ന് വരെ ഉണ്ടോ അന്ന് വരെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൂട്ടിച്ചേർക്കലുകൾ നടന്ന ഒരു പുസ്തകമാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഭാഗങ്ങളാക്കുമ്പോൾ ഇതിലെ ക്ലാസ് മുറിയെ തന്നെ പറയുന്നത് തീവണ്ടിയിലെ ക്ലാസ് മുറി എന്നാണ്. വിദ്യാഭ്യാസ രംഗം ഒരുപാട് മാറുന്നു, എല്ലാ മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാകുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഒരു കാഴ്ചകൾക്ക് പരിമിതികൾ സംഭവിക്കുന്നുണ്ടോ? അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയേറുന്നത്. അതിൽ ഒരു പാരൻ്റ് എങ്ങനെയാണ് ഒരു കുട്ടിയെ സമീപിക്കേണ്ടത്, അധ്യാപനം എങ്ങനെയായിരിക്കണം, അധ്യാപകർക്കുള്ള എന്താ പറയുന്ന ഒരു വേദപുസ്തകമായിട്ട് നമുക്ക് വേണമെങ്കിൽ ടോട്ടോച്ചാനെ എടുക്കാം. അതുപോലെ തന്നെ പാരൻസിനുമുള്ള പുസ്തകമായിട്ട് നമുക്ക് ടോട്ടോച്ചാനെ എടുക്കാം. കാരണം നമ്മളാണല്ലോ ലോകത്തെ കണ്ടത്. എങ്ങനെ കാണണമെന്ന് ഒരു ചെറിയ ഗൈഡൻസ് മാത്രമേ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാവൂ. നമ്മളുടെ കണ്ണുകളിലൂടെ അല്ല അവർ കാണേണ്ടത്, അവരുടെ കണ്ണുകളിലൂടെ അവരുടെ കാഴ്ചകളെ കാണാൻ അവരെ പ്രാപ്തരാക്കണം. അങ്ങനെ ഒരു പരിശീലനമാണ് ഈ തീവണ്ടി ക്ലാസ് മുറിയിൽ നടക്കുന്നത്. ഒന്ന്, അത് തന്നെയാണ് എനിക്കിതിനെ ഇഷ്ടപ്പെട്ടത്. രണ്ട്, ഒരു ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരോട് സ്വതന്ത്രമായിട്ട് എന്തെങ്കിലും പറയാനാണ് പറയുന്നത്. അതൊരു വലിയ ആശയമാണ്. നിങ്ങൾ ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പറയൂ എന്ന് പറയുമ്പോഴാണ് അയ്യോ എന്തെങ്കിലും പറയാൻ എന്താണ് എനിക്കുള്ളത് എന്ന് ചിന്തിക്കുന്നു. എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പറയുന്നു. അങ്ങനെ ആ ആശയത്തെ വർണ്ണിക്കാൻ ഒരു ഭാഷ, അവിടെ അവരറിയാതെ വേറൊരു വലിയ കാര്യമുണ്ട്. ആത്മവിശ്വാസത്തോടു കൂടി, സന്തോഷത്തോടു കൂടി അവർക്ക് ആ പുതിയ ഒരു ബാക്ക്ഗ്രൗണ്ടിനെ, പശ്ചാത്തലത്തെ നേരിടാനാകുന്നു എന്നതും സംഭവിക്കുന്നു. രണ്ട്, ഭക്ഷണം. നമ്മളെല്ലാവരും മറന്നുപോകുന്ന കാര്യമാണ്. എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നമുക്കൊരു വിഷയമേ അല്ല. എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് പോലും വെറും രുചിയുടെ അടിസ്ഥാനത്തിലാണ്. ഇതങ്ങനെയല്ല. എങ്ങനെയാണ് ഒരു കുട്ടിയുടെ ജീവിതം ഭക്ഷണത്തിലൂടെ തന്നെ ക്രമീകരിക്കപ്പെടേണ്ടത്? ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആരെയൊക്കെയാണ് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മിക്കേണ്ടത്? ഇതെല്ലാം. പിന്നെ നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകത. ഭക്ഷണത്തിന് ശേഷം ഒരു നടത്തം പറയുന്നുണ്ട്, ആരോഗ്യകരമായ ഒരു നടത്തത്തിൻ്റെ ആവശ്യകത. അത് ആ കാഴ്ചകൾ എങ്ങനെയൊക്കെയാണ് അവനെ ചരിത്രപരമായ, ഭൂമിശാസ്ത്രപരമായ പുത്തൻ അറിവുകളിലേക്ക് നയിക്കുന്നത് എന്ന്. അവിടെയെല്ലാം സംഭവിക്കുന്നത് ഒരു കുട്ടി അവൻ്റേതായ രീതിയിൽ മോൾഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നതും നീന്തൽക്കുളമാണ്. നീന്തൽക്കുളം ഒരു സാധാരണ നീന്തൽക്കുളത്തിനപ്പുറം ഇതെങ്ങനെയാണ് ഈ അധ്യാപകൻ നീന്താൻ കുട്ടികളെ പ്രേരിപ്പിക്കുന്നത്? ഓരോ പേജിലും ഇത് കൃത്യമായുണ്ട്. ഇത് പൊതുവായി പറഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ പേജുകളിലൂടെയും ഒന്ന് യാത്ര ചെയ്യാം. അവിടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കും ഈ നീന്തൽക്കുളത്തിലെ പ്രത്യേക രീതിയിലുള്ള പരിശീലനം എങ്ങനെയാണ് ആത്മവിശ്വാസം തരുന്നത്? ഏറ്റവും കാലാകാലങ്ങളായി ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ എത്രത്തോളം സിവിലൈസ്ഡ് ആണോ അത്രത്തോളം ഭയചകിതരാകുന്നത് സ്ത്രീകൾക്ക് നേരെയുള്ള, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് നേരെയുള്ള അക്രമങ്ങളെയാണ്. പക്ഷേ ഇവിടെ കൃത്യമായി ഒരു സ്കൂളിലും ഒരു വീട്ടിലും അവിടെ പരിശീലനം കിട്ടുന്നു. ഒരു ആൺകുട്ടി എത്രത്തോളം പെൺകുട്ടികളെ അവൻ്റെ സഹയാത്രികരായി, അവൻ്റെ കൂട്ടുകാരായി, അവൻ്റെ ഒപ്പം നിൽക്കുന്ന ക്ലാസ് മുറികളിലെ കുട്ടികളെ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊരു സിലബസിൻ്റെ ഭാഗമായി തന്നെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. വീട്ടിൽ നിന്ന് തുടങ്ങണം, അത് സ്കൂളിലും അതിൻ്റെ മുൻപോട്ട് പോക്ക് സാധ്യമാക്കണം. അവനെപ്പോലെ തന്നെയാണ് ഭൂമിയിൽ ജീവിക്കാൻ അർഹത ഒരു പെൺകുട്ടിക്കുള്ളത്. അവളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക, അവളുടെ മൂല്യങ്ങളെ, അവൾക്കും സ്വപ്നങ്ങളുണ്ട്, ആ സ്വപ്നങ്ങളെ മനസ്സിലാക്കുക,
അതിന് അവൾക്കൊപ്പം ചേർന്ന് നിൽക്കുക. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ ഭൂമിയിലെ സഹയാത്രികരാണ് എന്നുള്ള മനോഭാവം പുലർത്തുന്ന പരിശീലനമുണ്ട് ഈ തീവണ്ടി ക്ലാസ് മുറിയിൽ. പിന്നെ സംഗീതവും നൃത്തവും, ഇത് ശരീരത്തിൻ്റെ അനായാസേന ചലനങ്ങളിലൂടെ ജീവിതം തന്നെ താളാത്മകമായ ഒരു മൂവ്മെൻ്റാക്കി മാറ്റാനായിട്ട് ഇവിടെ സാധിക്കുന്നു. ഇവിടെ കാണുന്നതും അറിയുന്നതുമെല്ലാം ഓരോ പാഠങ്ങളായിട്ട് വരികയാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം അല്ലേ, ഈ കൊച്ചു പെൺകുട്ടി എന്താ സംഭവിപ്പിക്കുന്നത് എന്നുള്ളത്. എന്താണെന്നറിയോ, ഞാൻ ഏതായാലും പേജ് നമ്പർ 1 നമ്മൾ പോകുവാണെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്ന് പറയുന്നത് ജിയു യോഗ സ്റ്റേഷനിൽ നിന്നാണ് ടോട്ടോച്ചാൻ അമ്മയുടെ വിരലിൽ തൂങ്ങി യാത്ര ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ നമുക്കുമൊക്കെ ഉണ്ടാവും ഒരു ആദ്യ ദിവസം സ്കൂളിൻ്റെ. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ആശയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും നമുക്ക് ജസ്റ്റ് നമുക്കൊരു ഡയറി കുറിപ്പ് പോലെ നമ്മളുടേതായ സത്യസന്ധമായ ഭാഷയല്ലേ നമ്മൾ എഴുതുന്നത്, നമ്മളോട് പറയുന്നത്, അത് നമുക്കൊരു ഡയറി കുറിപ്പിലാക്കുകയും ചെയ്യാം. പക്ഷേ ഈ കുട്ടി പിന്നീട് വരുന്നത്, ഞാനത് അവസാനമേ ഈ സസ്പെൻസ് പൊളിക്കുള്ളൂ കേട്ടോ. ഈ അമ്മ രണ്ടാമതൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ഇവളുടെ തല്ലുള്ളിത്തരങ്ങളും കുസൃതികളും ആ സ്കൂളുകാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇവൾ അടങ്ങിയിരിക്കാത്ത പെൺകുട്ടിയാണ്. ഇവൾ 7 നേരം നിരത്തിലൂടെ പാട്ട് പാടുന്ന ഗായകർക്കൊപ്പം അവരോട് വിശേഷങ്ങൾ ചോദിക്കുന്നു. അവളുടെ ഡെസ്കിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവളിങ്ങനെ കൊട്ടി തീർക്കുന്നു. അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ് ഇവൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവളുടെ മേലെ അധ്യാപകർ ആരോപിക്കുന്ന കുറ്റങ്ങൾ. അങ്ങനെ ഇവളുടെ അമ്മ പുതിയൊരു സ്കൂളിലേക്ക് നോക്കിയാലോ എന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ ഇവർ പുതിയ സ്കൂളിൻ്റെ അടുത്തൊന്ന് നിന്നു. ആ സ്കൂളിലേക്ക് ചെന്നപ്പോഴേ പെട്ടെന്ന് ഇവൾക്ക് സന്തോഷം തോന്നിയത് ആ സ്കൂളിൻ്റെ വാതിലിൻ്റെ സ്ഥാനത്ത് കൊച്ചു കവരങ്ങളും പൊടിപ്പുകളുമുള്ള 2 കുറ്റികൾ മാത്രമാണ്. അത് കാണുമ്പോൾ ഒട്ടനെ ഇവൾ പറയുന്നത് എന്താണെന്നറിയോ, ഹായ് വളരണ വാതിൽ. അപ്പോൾ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലും ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്ന അല്ലെങ്കിൽ പുതിയ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആ ഒരു സ്ഥലത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത്രയും ആകർഷണീയമായ ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. അപ്പോൾ അവൾ അല്ലേലേ ഭയങ്കര ക്യൂരിയസ് ആണ്. അവൾക്ക് എല്ലാം കാണണം. ഈ ലോകത്ത് നടക്കുന്നതെല്ലാം, അവൾക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും നക്ഷത്രങ്ങൾ വരുന്നതും രാവിലെ നക്ഷത്രങ്ങൾ ഇല്ലാത്തതും. ഇതിനകത്ത് വേറൊരു ഭയങ്കര രസമുണ്ട്, നക്ഷത്രങ്ങളെക്കുറിച്ചുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് ഇവളുടെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവൾ കാണുന്നതും അവൾ കണ്ടുമുട്ടുന്നതും എല്ലാം അവൾക്ക് പുതിയ പുതിയ കാഴ്ചകളാണ്. അപ്പോൾ മനസ്സിങ്ങനെ എന്താ പറയുന്ന ആവാഹിച്ച് പിടിക്കുകയാണ്, അള്ളിപ്പിടിക്കുകയാണ് ഈ ഓരോ കാഴ്ചകളെയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളൊരു പുതിയ സ്കൂളിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വാതിൽ പോലും ഒരു പ്രത്യേക രീതിയിൽ. അപ്പോൾ അത് കാണുമ്പോൾ അവളിങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയുകയാണ്, ഹായ് വളരണ വാതിൽ. അപ്പോൾ അവളുടെ ക്യൂരിയോസിറ്റിയെ ഒന്ന് തൃപ്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഒന്നുകൂടി വളർത്തുന്ന, അവൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു കാര്യമാണ് ആ എൻട്രൻസിൽ പോലുമുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു തീവണ്ടി കിടക്കുകയാണ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇത് തീവണ്ടിയാണോ അമ്മ? തീവണ്ടിയിലെ പള്ളിക്കൂടമോ? അങ്ങനെ ആ തുടക്കം തുടങ്ങി അതിനെ മുഴുവനും അത്ഭുതത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിലേക്കാണ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അവളുടെ അമ്മ പറഞ്ഞു, ശരിയാണ്, ഇതൊരു തീവണ്ടിയാണ്. അപ്പോൾ തീവണ്ടിയിൽ ആരാ ഉണ്ടാവണേ? ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്. സത്യത്തിൽ ആരാന്നറിയാമോ സ്റ്റേഷൻ മാസ്റ്റർ? അവിടുത്തെ ഹെഡ് മാസ്റ്ററാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സഹൃദയത്വവും ക്ഷമയും ഉണ്ടായിരുന്നു. അതാണ് പാരൻറ്റിങ് എന്ന് ഞാൻ പറഞ്ഞത്. അമ്മ അപ്ഡേറ്റഡ് മദർ ആകണമെങ്കിൽ ഞാനൊക്കെ ഇത് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് ഒരിക്കലും എന്നെ ഒരു മേലെ തലത്തിൽ പ്രതിഷ്ഠിച്ചിട്ടല്ല. പാരൻറ്റിങ്ങിലാണെങ്കിലും ഒരു അമ്മ എന്ന രീതിയിലാണെങ്കിലും അധ്യാപിക എന്ന രീതിയിലാണെങ്കിലും ഈ പുസ്തകത്തിലൂടെ പല പ്രാവശ്യം പോകുമ്പോൾ കൂടുതൽ മനസ്സിലാകുന്നത് പരിമിതികളെയാണ്. എന്തോരം പരിമിതികളിലൂടെയാണ് ആ 2 റോളുകളിലൂടെയും ഞാൻ കടന്നു പോയത്. അതൊരു പക്ഷേ അതിൻ്റെ ഒരുപാട് കുറവുകൾ എൻ്റെ മകൾക്കോ അല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്കോ ഉണ്ടാകാം. അതിനൊരു പ്രായശ്ചിത്തം കൂടിയായിട്ടാണ് തീർച്ചയായിട്ടും ഇത് ഒരു പുതിയ കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാം എന്നുള്ള ഒരു അറിവായിട്ട് തിരിച്ചറിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തിലെത്തിക്കേണ്ടത് ഒരു ഉത്തരവാദിത്തമാണ്. ഒരു അർച്ചന പോലെ, അറിയാതെ പോയ പിഴവുകൾക്ക് ഒരു പ്രായശ്ചിത്തം പോലെയാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളിലൂടെ ഇത് പങ്കുവയ്ക്കലാണ്. അല്ലാതെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതൊരു ഉപദേശമോ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പകർത്തലോ അല്ല. ഇത് പങ്കുവയ്ക്കലാണ്. ഇങ്ങനെയും ഒരാശയമുണ്ട്, ഇതായിരുന്നില്ലേ കുറേ കൂടെ നമ്മൾ അറിയേണ്ടിയിരുന്നത്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കുറേ കൂടെ സ്വതന്ത്രരായി അവരുടെ കാര്യങ്ങൾ കാണുകയില്ലായിരുന്നോ?
അതിന് നമുക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. സ്വയം സാധിക്കാതിരുന്ന ഒരുപാട് കാര്യങ്ങളെ തീർച്ചയായിട്ടും അതൊരു സ്വയം കറക്ഷനാണ് ഞാൻ ഇതിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് ഒരുപാട് ക്ഷമയും സഹൃദയത്വവും ഉണ്ടായിരുന്നു. അവളോട് ചേർന്ന് നിന്ന് മന്ത്രിക്കുന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു, അമ്മ മോളോട് ചോദിച്ചു, ആണോ സ്റ്റേഷൻ മാസ്റ്റർ ആണോ? ഹെഡ് മാസ്റ്റർ അല്ലേ, ഹെഡ് മാസ്റ്റർ എങ്ങനെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ആവണേ? നീയല്ലേ പറഞ്ഞത് തീവണ്ടി പള്ളിക്കൂടാന്ന്. തീവണ്ടി പള്ളിക്കൂടത്തിൽ എങ്ങനെയാ ഹെഡ് മാസ്റ്റർ ആകുന്നേ? അപ്പോൾ ഹെഡ് മാസ്റ്ററുടെ റോളിൽ അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമാണ്, അദ്ദേഹം സ്റ്റേഷൻ മാസ്റ്റർ കൂടിയാണ്. അമ്മ ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്ക് അവളെയും കൊണ്ട് പോവുകയാണ്. ഹെഡ് മാസ്റ്റർ അവളെ കണ്ടിട്ട് എന്താണെന്നോ, അവൾക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു, എങ്ങനെയാണെന്ന് നോക്കുന്ന അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം അതിനേക്കാളും രസം, അദ്ദേഹം കണ്ട ഉടനെ ടോട്ടോച്ചാനോട് പറഞ്ഞു, ടോട്ടോച്ചാൻ നിൻ്റെ വിശേഷങ്ങളൊക്കെ കേൾക്കട്ടെ, തുടങ്ങിക്കോളൂ, നിനക്കിഷ്ടമുള്ള എന്ത് വേണമെങ്കിലും പറഞ്ഞു. എങ്ങനെയാണല്ലേ അങ്ങനെ ഒരാളുടെ മുമ്പിൽ നമുക്ക് ഇൻഹിബിഷൻ ഉണ്ടാകുക? നമ്മളെ ഒരു പരിചയമില്ല, നമുക്കും ഒരു പരിചയമില്ല, നമ്മൾ ഒട്ടും പരിചയമില്ലാത്തൊരു സ്ഥലം, പരിചയമില്ലാത്തൊരാൾ, പേരിന് അദ്ദേഹം ഹെഡ് മാസ്റ്റർ തന്നെയാണ്. അങ്ങനെ ഒരാളുടെ മുമ്പിലേക്ക് ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമേ തന്നെ പേടിയാണ് ഉണ്ടാവേണ്ടത്. ഇവിടെ അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട്, ടോട്ടോച്ചാൻ ഭയങ്കര ചിരപരിചിതയെ പോലെയാണ്, നിൻ്റെ വിശേഷങ്ങളൊക്കെ പറയൂ. നിൻ്റെ വിശേഷങ്ങൾ പറയുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു വലിയ വാക്കുകൂടെ ഉപയോഗിക്കുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൾ ആരായി? സ്വാതന്ത്ര്യമായി, ധൈര്യമായി, ആത്മവിശ്വാസമായി. അവൾ അങ്ങ് പറയാൻ തുടങ്ങി. അങ്ങനെ പോയി മനോഹരമായി ഊളിയിടുന്നു, അച്ഛൻ നന്നായി നീന്തുന്നു, അമ്മയ്ക്ക് എപ്പോഴും എനിക്ക് അസുഖമാണോ എന്നുള്ള പേടിയെക്കുറിച്ച് എല്ലാം. അപ്പോഴാണ് ഇവൾക്ക് തോന്നിയത്, തീർന്നോ, എനിക്ക് ഇത്രയേ ഉള്ളോ, ഇനി ഞാൻ എന്തിനെക്കുറിച്ചാണ് പറയേണ്ടത് എന്നാൽ ഞാൻ വിചാരിക്കുക, ഇപ്പം അമ്മ തുന്നി തന്ന പുതിയ ഉടുപ്പിനെക്കുറിച്ചാകാം. അങ്ങനെ നിർത്താതെ അവളുടെ വിശേഷങ്ങളെക്കുറിച്ച് പറയാൻ ഇനി എന്ത് പറയണം എന്നൊരു ആത്മവിശ്വാസം നൽകിയാണ് ആ ഹെഡ് മാസ്റ്ററുടെ ചോദ്യം അവളെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അടുത്ത വാക്ക് പറയുന്നത് എന്താണെന്നോ, ടോട്ടോ ഇനി മുതൽ നീ ഈ സ്കൂളിലെ കുട്ടിയാണ്. എന്താ അതൊരു അടുത്ത ഒരു എന്താ പറയുന്നത്, നമ്മളുടെ ഒരു ഭയങ്കര തിരിച്ചറിവാണ്. ഒരു കുട്ടിയെ എങ്ങനെയാണ് നമ്മളിലേക്ക് കൊണ്ടുവരുന്നത്, എന്തൊരു ആത്മവിശ്വാസമാണ്. അവളെ കൊണ്ട് ഇഷ്ടമുള്ളതെല്ലാം പറയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറയാണ്, അവളെ അങ്ങ് അംഗീകരിച്ചു, നീ ഈ സ്കൂളിലെ കുട്ടിയാകട്ടോ എന്നങ്ങ് പറഞ്ഞു തീർന്നു. അതോടുകൂടി അപ്പോഴാണ് അവൾക്ക് വന്ന മനസ്സിലെ ആ മാറ്റം എന്താണെന്ന് കണ്ടോ. അങ്ങനെ തന്നെയാണ് അവർ എഴുതിയിരിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായി ശരിക്കും തനിക്കിഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ കാണുന്നുവെന്ന് ആ നിമിഷത്തിൽ ടോട്ടോച്ചാന് തോന്നി. കൊച്ചു ടോട്ടോ ചിലച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരിക്കൽ പോലും മാസ്റ്റർ കോട്ടുവായിടുകയോ അശ്രദ്ധനായിരിക്കുകയോ ചെയ്തില്ല. അവൾ പറഞ്ഞ കാര്യങ്ങളിൽ അവൾക്കൊൽപ്പം താല്പര്യമുള്ള മാസ്റ്റർ അവളുടെ കൊച്ചു ജീവിതത്തിൽ ഇതിൽ പരം എന്ത് സന്തോഷം തോന്നാനാ? അവളുടെ വിശേഷങ്ങൾ കേൾക്കാൻ മറ്റാരും ഇത്ര മെനക്കെട്ടിട്ടില്ലല്ലോ. ഇതാണൊരു ബന്ധം. നമുക്ക് പറയാൻ ഒരുപാടുണ്ടാവും, പക്ഷേ നമുക്ക് കേൾക്കാൻ സമയമില്ല. തിരിച്ച് നമ്മൾ ഒരുപാട് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആരെയെങ്കിലും കേൾക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് തിരിച്ചറിയാം. ഒരുപക്ഷെ നമ്മളങ്ങനെ കേൾക്കാതിരുന്നതിനാലാകാം ഒരുപാട് പേർക്ക് നമ്മളോട് സംസാരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നത്. ആ മാഷിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അദ്ദേഹത്തിൻ്റെ പേരാണ് കൊബായാഷി മാസ്റ്റർ. അങ്ങനെ അവൾ ആ തീവണ്ടി സ്കൂളിലെ പുതിയ കുട്ടിയായി. ഇനിയാണ് ഉച്ചയൂണ്. എല്ലാവരും കൂടി ഇരിക്കുകയാണേ. അപ്പോഴും എല്ലാവരും പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നോ, ടോട്ടോച്ചാൻ ഇനി ഈ സ്കൂളിലെ കുട്ടിയാണ് കേട്ടോ എന്നാണ് മാസ്റ്റർ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു സ്പേസായി, എന്നെ ആവശ്യമുണ്ട്. അപ്പോൾ എന്താ, നമുക്ക് പിറ്റേ ദിവസം എത്തണം. അതാണ് അവൾ പറയുന്നത്. അടുത്ത പ്രഭാതം ഇങ്ങ് എത്തിയാൽ മതി എന്നായി അവൾക്ക്. തീവണ്ടി പള്ളിക്കൂടം അതിലൂടെ ജനലിലേക്ക് ഇനി പിന്നെ ഇവൾ നോക്കുക. അവിടെ എന്തൊക്കെയുണ്ട്? സ്കൂൾ മൈതാനത്തിലെ മരച്ചില്ലകളും പൂനിരകളും ഇളം കാറ്റിൽ തലയാട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ടായിരിക്കാം അനങ്ങുന്നു എന്ന് തീവണ്ടി അനങ്ങുക എന്ന് അവർക്ക് തോന്നി. ഹായ് എന്ത് രസമാണ് ഈ സ്കൂളെന്ന് അവർ പുറം കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ളിടത്ത് ഇരിക്കാം, ഇഷ്ടമുള്ളവരുടെ കൂടെ ഇരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് നിയന്ത്രണങ്ങളൊന്നുമില്ലാത്ത ഒരു സ്കൂള്. ഒന്നിന് പിറകെ ഒന്നായി 9 പേർ തീവണ്ടി മുറിയിലെത്തി. ആ 9 പേർ ചേർന്നതാണ് ടോമോ ഗാക്കുനെ. അതാണ് സ്കൂളിൻ്റെ പേര്. അതിൽ 1ാം ക്ലാസ് എന്ന് പറയുന്ന ഈ 9 കുട്ടികൾ മാത്രമാണ്. ഇനി
ടൊമാറ്റോയിലെ പാഠങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഞാനീ പറഞ്ഞത്. എവിടെ വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും ഇരിക്കാം, ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം. അതാണ് തുടങ്ങുന്നതേ അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ നിന്ന്. അപ്പോൾ ഭാഷയെക്കുറിച്ച് പറയാം, കേട്ട കഥയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ചാണ് എന്തെങ്കിലും അറിവുള്ളതെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്നുള്ളതിന് പറയുന്നത്, ഈ കുട്ടികളുടെ സഹജമായ താല്പര്യം എന്തിനോടാണ്, ഏത് വഴിയിലാണ് അവരുടെ ചിന്ത വികസിക്കുന്നത്, അവരുടെ സ്വഭാവത്തിൻ്റെ സ്വരൂപം എന്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അധ്യാപകർക്ക് അനായാസം നിരീക്ഷിച്ചറിയാൻ ഇത്തരം സംസാരങ്ങളിലൂടെ കഴിഞ്ഞു. ടോമോയിലേത് എന്തുകൊണ്ടും ഉത്തമമായ ഒരു രീതിയായിരുന്നു. മാത്രമല്ല, ഒരു ദിവസം തുടങ്ങുന്നത്, ഒരു ക്ലാസ് മുറി തുടങ്ങുന്നത് തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തുടങ്ങുക എന്ന് പറയുന്നതാണല്ലോ. അപ്പോൾ ചിലർ ഇത് ഇഷ്ടമുള്ള രീതിയിൽ ആ സമയവും സ്പെൻഡ് ചെയ്യാം ക്ലാസ് മുറി. അപ്പോൾ അവൾ നോക്കുമ്പോൾ ചിലർ അക്ഷരങ്ങൾ എഴുതി പഠിക്കുന്നുണ്ട്, ചിലർ ചിത്രരചനയിലും പുസ്തക വായനയിലും ഉണ്ട്, യോഗാഭ്യാസം ചെയ്യുന്നവർ പോലും ഉണ്ട്. ടോട്ടോച്ചാൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടികൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് അവരിതെല്ലാം നോട്ട് ബുക്കിലേക്ക് എഴുതുകയായിരുന്നു. അപ്പോൾ എഴുത്ത് എന്ന് പറയുന്നത് അവിടെ ഏറ്റവും അവസാനം ചെയ്യേണ്ട ഒരു പ്രക്രിയയായിട്ടാണ് വരുന്നത്. ആദ്യം അവർ പറയുകയാണ്, അവർ കാണുന്നു, അവർ സെൻസ് ചെയ്യുന്നു, അത് ഭാഷയിലൂടെ അവർ പകർത്തുന്നു. എഴുത്ത് എന്ന് പറയുന്നത് അവസാനം സംഭവിക്കുന്നതാണ്. അവിടെ നിലപാടുകൾ ഉണ്ടാകുന്നു, നിരീക്ഷണം ഉണ്ടാകുന്നു, അങ്ങനെ കുട്ടികൾ സ്വയം വളരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടി അവളുടെ അടുത്ത് വരുന്നു. ആ കുട്ടിക്ക് പോളിയോ ബാധിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇവൾക്ക് അറിയില്ല എന്താ പോളിയോ എന്ന്. അപ്പോൾ അവൾ ചോദിക്കുന്നു, ഇതെന്താ നീ ഇങ്ങനെ നടക്കുന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് പോളിയോ വന്ന കുട്ടിയാണ്, അതുകൊണ്ടാണ് കാലിന് തളർച്ച. അതവളുടെ ആദ്യ പാഠമായി. അവിടുന്ന് അവൾക്കൊരു സഹാനുഭൂതി തോന്നുവാണ്, ഇങ്ങനെയും ആൾക്കാരുണ്ട്. അങ്ങനെയാണ് യാസ്വാക്കി യാമാമോട്ടോ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ അങ്ങനെയും കുട്ടികളുണ്ട് എന്നൊരു തിരിച്ചറിവ് അവൾക്ക് ആ സ്കൂളിൽ നിന്ന് ആദ്യമായി കിട്ടുന്നു. ഇനി അതിസുന്ദരമായിട്ട് നമ്മൾ പേരൻസും അധ്യാപകരും കുട്ടികളും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആഹാരം, ഭക്ഷണം. രാവിലെ പോകുന്ന കുട്ടി ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നു, അല്ലെങ്കിൽ വെള്ളം കുടിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. നമ്മളാരും ആഹാരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാറേയില്ല. പക്ഷേ അവിടെ കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ ഇവരെഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. എന്താണെന്നറിയോ, നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് നമ്മളുടെ ഐക്യുവിനെയും ഇക്യുവിനെയും തീരുമാനിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഐക്യുവിനേക്കാൾ, അതായത് ബുദ്ധി കൂർമ്മതയെ അളക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു കുട്ടിയുടെ വൈകാരികതയാണ് ഇക്യു. വലിയ വലിയ പോസ്റ്റുകളിലേക്കൊക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കറിയാം, ഐക്യു ടെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇച്ചിരി കൂടെ പ്രാധാന്യത്തോടെ ഒരു കുട്ടിയുടെ ഇക്യു അവർ അനലൈസ് ചെയ്യും. ഇമോഷണൽ കോഷ്യൻ്റ് വളരെ ക്രൈസിസ് അനുഭവിക്കുന്ന ഒരു സമയത്ത് ആ കുട്ടി സ്വയം എങ്ങനെ നേരിടുന്നു. നമുക്കറിയാം, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയാലും MBBS, അതായത് അക്കാദമിക് ബ്രില്യൻസ് എത്രത്തോളം ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എത്ര കുട്ടികളാണ് അഭ്യസ്ത വിദ്യരായ, അതും നിസ്സാരമായ വിദ്യാഭ്യാസമല്ല, വളരെ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണ് ആത്മഹത്യ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. ഭീകരമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മുടെ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എടുക്കുന്നത്, ഈശ്വര ഇങ്ങനെയുള്ളത് കാണരുത്. കുടുംബങ്ങൾ ഒരുമിച്ച്, കുട്ടികൾ, അത് MBBSന് പഠിക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന്, അല്ലെങ്കിൽ അതുപോലത്തെ വലിയ പ്രൊഫഷണൽ കോഴ്സ്. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അക്കാദമിക് ബ്രില്യൻസ് അല്ല ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകേണ്ട ഒരു കുട്ടിക്ക് അതല്ല അവനെ വിലയിരുത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ ആഹാരത്തിൻ്റെ പങ്ക്, നിയന്ത്രിതമായ പോഷകാഹാരത്തെയാണ് കൊബായാഷി മാസ്റ്റർ അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കൃത്യമായ അളവിൽ വൈറ്റമിൻ വേണ്ടെടുത്ത് വൈറ്റമിൻ കിട്ടുന്നത്, ഇപ്പോൾ ക്യാരറ്റ് ആണെങ്കിൽ അങ്ങനെ, പച്ചക്കറികളാണെങ്കിൽ അങ്ങനെ, ഇലക്കറികളാണെങ്കിൽ അങ്ങനെ, മത്സ്യം വേണ്ടെടുത്ത ഒരു കഷ്ണം മത്സ്യം, മാംസമാണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം ധാന്യങ്ങളാണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം കൂടെ ചേർന്ന ആഹാരം കുട്ടിക്ക് കൊടുത്തു വിടണമെന്നുള്ളത് ഈ മാഷിൻ്റെ ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു. കൊബായാഷി മാസ്റ്റർ കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്നതാണ് കടലിൽ നിന്നൊരു പങ്ക്, മലകളിൽ നിന്നൊരു പങ്ക്. അപ്പോൾ പാത്രത്തിൽ ചോറിനോടൊപ്പം കടലിൽ നിന്നും അല്പം വേണം, പിന്നെ മലകളിൽ നിന്നും അല്പം വേണം. അപ്പോൾ കുന്നിൻ ചെരുവിലെ ചീര മതി, ധാരാളം കടലുമായി മലകളുമായി, അതും ഒരു കാട്ടുപയറിൻ്റെ തോരനോ ഒരു ഓംലെറ്റോ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്നുള്ള റെസ്ട്രിക്ഷൻസും ഒക്കെ അവർക്ക് കൊടുത്തിരുന്നു. ഇതെല്ലാം അങ്ങനെ അങ്ങ് ഭയങ്കര സന്തോഷമായിട്ട് പോകുമ്പോൾ വേറൊരു പ്രത്യേകത, ഇവർ പയ്യെ ചവയ്ക്കും പാട്ട് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റാദി കിമാസു എന്ന് പറഞ്ഞാൽ ഞാൻ വിനയപൂർവ്വം ഇതിൽ പങ്കുചേരുന്നു. നിർഭാഗ്യവശാൽ ഞാനടക്കം ആരും ചെയ്യാത്തൊരു കാര്യമാണ്, ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അത് തരുന്നത് യൂണിവേഴ്സാണ്. ഇന്നത്തെ ആഹാരം ഇല്ലേ, നമുക്ക് ഭയങ്കര വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമുക്ക് തൊണ്ടയിൽ നിന്ന് അത് ഇറക്കാൻ പറ്റിയില്ല എങ്കിൽ നമുക്കത് കഴിക്കാൻ പറ്റില്ല. ചുമ്മാ അത് നോക്കി കൊതുവിട്ടിരിക്കാനേ പറ്റൂ. അപ്പോൾ ഓരോ മണികളിലും ഒരു
ഒരു കർഷക സമൂഹത്തിൻ്റെ ഒരുപാട് അധ്വാനമുണ്ട്. അത് നമ്മളുടെ കയ്യിൽ കിട്ടി നമ്മളത് വിഭവസമൃദ്ധമായിട്ട് മാറ്റി രുചിയുള്ള ഭക്ഷണമായിട്ട് മാറ്റുമ്പോൾ ഒരു നിമിഷം നമുക്ക് ഈ യൂണിവേഴ്സിനെയും അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പ്രയത്നിക്കുന്ന കർഷകരെയും നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇവരത് പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് തീർച്ചയായിട്ടും എന്തോരം ഉൾക്കാഴ്ചകളാണ് അതിലൂടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ കഴിക്കേണ്ടത് വാരി വലിച്ചല്ല, അതൊരു പാട്ടിലാണ് പഠിപ്പിക്കുന്നത്. അതാണ് പയ്യെ ചവയ്ക്കാൻ പാട്ട്. ചവച്ചരച്ചിറക്കിയിടാം കഴിച്ചിടുന്നതൊക്കെയും ചവച്ചരച്ചു മെല്ലവേ ഇറച്ചി ചോറും മീൻകറി എല്ലാം സാവകാശം രുചിയോടെ നമ്മുടെ വായിൽ. ഇപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് വായിച്ചപ്പോൾ 56 വയസ്സ് കഴിയുന്നു, ഞാൻ എത്ര ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. തിരക്ക് പിടിച്ച് കഴിക്കാം, ചിലത് മാത്രം നമുക്ക് സ്വാദം. നമ്മുടെ രുചി എന്ന് പറയുന്നത് നാവിനകത്താണ്. ആ ഭക്ഷണം നാവിലിട്ട് വേണ്ടുവോളം വായിലിട്ടത് ചവച്ചരയ്ക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഭക്ഷണത്തിൻ്റെ രുചി നമുക്കറിയാൻ പറ്റുന്നത്. നാവിൽ വരുന്ന മധുരത്തെയോ അല്ലെങ്കിൽ പുളിയെയോ ഒക്കെ മാത്രമാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് അതിനകത്ത് ഇതുവരെ കണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് ദഹനേന്ദ്രിയ വ്യവസ്ഥയ്ക്ക് ആവശ്യമായ രീതിയിൽ ചവച്ചരച്ച് കഴിക്കണം. എന്നിട്ട് അവർ നന്ദി പറയാണ്, ഇറ്റാദാ കിമാസു.